السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലുള്ള ഈ കൂടിയൊരുക്കം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകളാണ്. അത് തന്നെ മതി യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതയായി. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും നല്ല മാതൃകകളാണ്. അംബിയാ മുർസലീങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു അസറിൽ ഇപ്രകാരം കാണാം. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദി ഫവജദ ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും ഖൈറായ ഹൃദയമായി അള്ളാഹു കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെയാണ്. അതുകൊണ്ട് ഫസ്തഫാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. പിന്നീട് ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റു മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി. فوجد قلوب أصحابه خير قلوب العباد. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ ഹൃദയത്തെ ഏറ്റവും നല്ല ഹൃദയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടു. അങ്ങനെ ഫജഅലഹും വസറാഅ നബിയിഹി യുഖാതിലൂന അലാ ദീനിഹി. ആ സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളാക്കി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന ആളുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും ഖൈറായ ഹൃദയത്തിന്റെ ഉടമകളാണ് സ്വഹാബത്ത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു അസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന ആളുകളാണ്. അവർ വഹി ഇറങ്ങുമ്പോൾ ആ വഹി നേരിട്ട് അനുഭവിച്ച ആളുകളാണ്. ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിച്ച സ്വഹാബികളാണ് അവർ. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ആ സ്വഹാബികളിൽപ്പെട്ട മഹാനായ സ്വഹാബിയാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഈ കാലഘട്ടത്തിൽ എന്നല്ല, മുൻപ് കാലഘട്ടം മുതൽ ആ സ്വഹാബിക്കെതിരായ മോശമായ പ്രചാരണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ആളുകൾ ഉന്നയിക്കാറുണ്ട്. മുബ്തദിഅകളായ, ബിദ്അത്തിന്റെ ആളുകളായ, അതുപോലെ തന്നെ ചരിത്രത്തിൽ അനാവശ്യമായ ചൂർനിറങ്ങലുകൾ നടത്തിയിട്ടുള്ള ആളുകൾ, അവരൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് മുക്തനാണ്. അത്തരം ആരോപണങ്ങൾക്ക് ഒരിക്കലും വിധേയനാക്കപ്പെടേണ്ട വ്യക്തിയല്ല മുആവിയ റളിയല്ലാഹു അൻഹു എന്ന്
സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന ആളുകൾ രണ്ട് തരത്തിലാണ്. മഹാനായ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന ആളുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ അവന് ചരിത്രം അറിയില്ല, അഖീദ അറിയില്ല, അവര് വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ജാഹിലുകളാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ മനസ്സിൽ കറ ബാധിച്ച, സ്വഹാബികളോടുള്ള വെറുപ്പ് മനസ്സിലുള്ള ആ സ്വഹാബികളോടുള്ള വെറുപ്പുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ. അത് ആദ്യകാലം മുതലേ മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഉദ്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിയാക്കൾ തുടങ്ങി വെച്ചു, റവാഫിദുകൾ അത് ഏറ്റുപിടിച്ചു. ഷിയാക്കളിൽ തന്നെയുള്ള പിന്നെ നമ്മുടെ നാട്ടിൽ ചേകന്നൂരികൾ പോലെ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളെല്ലാം ഈ ആരോപണങ്ങൾ അങ്ങനെ അയച്ചുവിടാൻ തുടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഇത് പ്രതാപമല്ലാതെ മറ്റൊന്നും വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ തന്നെ ആരോപണങ്ങൾ അടിച്ചുവിട്ടാലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഇടിയുന്നില്ല, അദ്ദേഹത്തിന്റെ ഇസ്സത്ത് വർദ്ധിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആരോപിക്കുമ്പോൾ ഇവർക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണമാവുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിന് അത് പ്രതിഫലം ലഭിക്കുവാൻ കാരണമാവുകയുമാണ് ചെയ്യുന്നത് എന്നിവർ മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്ന ആളുകൾ ആരാണ്? അവരും സ്വഹാബികളും എവിടെയാണ്? സ്വഹാബികളെ കുറ്റം പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്നതിലൂടെ ഇവരാണ് തരം താഴുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു കോട്ടവും പറ്റുന്നില്ല എന്ന് ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അത് അതിര് കവിയുന്ന ഒരവസ്ഥയിൽ ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചില സന്ദർഭത്തിൽ അവർ ലഅനത്തുൽ ചൊല്ലും, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കും. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവാണ് ഈ ഉമ്മത്തിലെ ഭിന്നതകൾക്കെല്ലാം അസ്ഥിവാരമിട്ടത് എന്നവർ വാദിക്കും. അങ്ങനെ ഒരുപാട് മോശമായ ആരോപണങ്ങൾ നമ്മുടെ നാടുകളിലും പല ആളുകളും പ്രസംഗിക്കതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് ഹദീസുകൾ ഓർമ്മപ്പെടുത്തുക. മുആവിയ റളിയല്ലാഹു അൻഹു ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ് എന്ന് ഇവർ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ. ആരാണോ എന്റെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നത് അവന് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപമുണ്ട്, ലഅനത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. വല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീബഹു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉഹദ് മലയോളം വരുന്ന സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും സ്വഹാബികൾ ചെലവഴിച്ച ഒരു കൈക്കുമ്പിൽ അതല്ല അതിന്റെ പകുതിയോളം പോലും എത്തുകയില്ല. ഇതാരോടാ പറയുന്നത്? ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്
ആദ്യകാലക്കാരായ സ്വഹാബികളെ കുറിച്ച് അവസാന കാലക്കാരായ സ്വഹാബികളോടാണ്. അവസാനം വന്ന സ്വഹാബികളോട് ആദ്യം വന്ന സ്വഹാബിമാരെ പറ്റിയാണ് പറയുന്നത്. എന്ത്? നിങ്ങൾ എന്റെ സ്വഹാബിമാരെ ചീത്ത പറയരുത്. അവർ ഒരു കൈക്കൊമ്പിൽ ചെലവഴിച്ചാൽ, അതല്ലെങ്കിൽ അതിന്റെ പകുതി ചെലവഴിച്ചാൽ നിങ്ങൾ കൊടുത്തൊരു ഉഹുദ് മലയുടെ വലുപ്പമുള്ള സ്വർണം അത് പകരമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ നമ്മളും സ്വഹാബികളും തമ്മിൽ എത്രത്തോളം അന്തരം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിൽ സ്വഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. താങ്കൾക്ക് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ബൈഅത്ത് ചെയ്ത സ്വഹാബികൾ, ആ ബൈഅത്ത് ചെയ്ത സ്വഹാബികൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. അല്ലാഹുവിന്റെ തൃപ്തി അവരുടെ മേലുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ തൃപ്തി ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ഒരു വിഭാഗത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ തൃപ്തിക്ക് അനുയോജ്യരായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. വമൻ റളിയല്ലാഹു അൻഹു ലം യസ്ഖത അലൈഹി അബദാ. അള്ളാഹു ഒരു കൂട്ടരെ തൃപ്തിപ്പെട്ടാൽ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കോപമുണ്ടാവുകയില്ല എന്ന് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ആ തൃപ്തിക്ക് ഏറ്റവും അനുയോജ്യരായ ആളുകളാണ് എന്നതാണ് അതിന്റെ കാരണം. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വലിഹാദ ഇത്തഫഖ അഹ്ലുൽ ഹഖ് വമൻ യുഅ്തദു ബിഹി ഫിൽ ഇജ്മാഇ അലാ ഖബൂൽ ഷഹാദാതിഹിം വറിവായാതിഹിം വകമാലി അദാലതിഹിം റളിയല്ലാഹു അൻഹു. അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുള്ള ഇജ്മാഉള്ള കാര്യമാണ് സ്വഹാബികളിലെ എല്ലാ ആളുകളും സ്വീകാര്യരാണ്. അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ റിവായത്തുകളും അത് സ്വീകാര്യയോഗ്യമാണ്. അവർ ഏറ്റവും അനുയോജ്യരായ ഷാഹിദുകളാണ്. അവരുടെ സാക്ഷ്യം അത് സ്വീകാര്യാർഹമാണ് എന്നുള്ള കാര്യത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്, ഇജ്മാഉണ്ട് എന്ന് ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം അൽ-ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇത്തഫഖ അഹ്ലുസ് സുന്നത്തി അലാ അന്നൽ ജമീഅ ഉദൂലുൻ. സ്വഹാബികൾ എല്ലാവരും ഉദൂലുകളാണ്, അവരെല്ലാം വിശ്വസ്തരാണ്, അവർ സ്വീകാര്യയോഗ്യരാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. വലം യുഖാലിഫ് ബിദാലിക ഇല്ലാ ശുദൂദുൻ മിനൽ മുബ്തദിഅത്തി. ഈ ഒരു കാര്യത്തിൽ ഭിന്നിച്ചു പോയത് ആര് മാത്രമാണ്? ഒറ്റപ്പെട്ട ചില ബിദ്അത്തുകാരായ ആളുകൾ മാത്രമാണ് ഈ കാര്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ എല്ലാ സ്വഹാബിമാരും ഉദൂലുകളാണ്, എല്ലാ സ്വഹാബിമാരും സ്വീകാര്യ യോഗ്യന്മാരാണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, സ്വഹാബികളുടെ സ്ഥാനം, അവരെ ഈ ഇസ്ലാമിൽ എത്രത്തോളം അവർക്ക് സ്ഥാനമുണ്ട്, അവരെ ആക്ഷേപിക്കുന്നത് എത്രത്തോളം ഗൗരവമുണ്ട് അറിയിക്കുന്ന ഹദീസുകളും ആയത്തുകളും ഇമാമിങ്ങളുടെ വാക്കുകളുമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനി സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഇത്തരം സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അത് കിതാബുകളായും അതുപോലെ തന്നെ പ്രസംഗങ്ങളുമായും അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ആക്ഷേപിക്കുന്നത് അതിന് കൃത്യമായ മറുപടികൾ സ്വഹാബത്തിന് അനുകൂല്യമായി കൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സ്വഹാബിമാരിൽ ആരെങ്കിലും ഒരാളെ ആക്ഷേപിക്കുന്നത് മറ്റെല്ലാ സ്വഹാബിമാരെയും ആക്ഷേപിക്കുന്നത് തുല്യമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്.
അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാചകം നോക്കൂ. അദ്ദേഹം പറയുന്നു, മുആവിയത്തു ഇൻദനാ മിഹ്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം നമുക്കിടയിൽ ഒരു പരീക്ഷണമാണ്. ആൾക്കാരെ പരീക്ഷിച്ചറിയാൻ പറ്റിയ ഒരു വിഷയമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം. ഫമൻ റഅയ്നാഹു യൻദുറു ഇലൈഹി ശസറൻ, ആരാണോ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമായ രീതിയിൽ നോക്കുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആരോപിക്കുകയും അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്, ഇത്തഹംനാഹു അലൽ ഖൗമി, സ്വഹാബികൾക്കെതിരെ തിരിയുന്നവനായിക്കൊണ്ടാണ് നമ്മൾ അവനെ മുദ്ര കുത്തുക. നോക്കൂ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ സ്വഹാബികളെ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ ഇമാം അൻ-നസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഇന്നമൽ ഇസ്ലാമു കദാരിൻ ലഹാ ബാബുൻ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വാതിലുള്ള ഒരു വീടിനെ പോലെയാണ്. ഫബാബുൽ ഇസ്ലാമി അസ്സഹാബ, ആ ഇസ്ലാമാകുന്ന വീടിന്റെ വാതിൽ സ്വഹാബത്താണ്. ഫമൻ ആദ സ്വഹാബത ഇന്നമാ അറാദൽ ഇസ്ലാം, ആരാണോ സ്വഹാബികളെ ആരോപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാനാണ്. കമൻ നഖറൽ ബാബ ഇന്നമാ യുരീദു ദുഖൂലൽ ദാർ, ഒരുവൻ വാതിൽ കൊട്ടി തുറക്കുവാൻ, അത് ബലമായി അത് പൊളിച്ച് തുറക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അവൻ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഫമൻ അറാദ മുആവിയത ഫഇന്നമാ അറാദ സ്വഹാബത, ആരാണോ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെക്കുന്നത്, അവർ ലക്ഷ്യം വെക്കുന്നത് സ്വഹാബത്തിനെയാണ് എന്ന് ഇമാം അൻ-നസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ഒരുപാട് അസറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില സലഫുകൾ പറഞ്ഞതായി കാണാം, മുആവിയ റളിയല്ലാഹു അൻഹു സിത്തു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ ഒരു മറയാണ്. ഫഇദാ കശഫ അർ-റജുലു സിത്ര ഇജ്തറഅ അലാ മാ വറാഅഹു, ആ മറയാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആ മറയെ ആരെങ്കിലും ഭേദിച്ച് കടന്നാൽ അവൻ അതിനപ്പുറത്തുള്ള സ്വഹാബികളുടെ മേലും അതിക്രമിച്ചു കയറും എന്ന് സലഫുകൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ശപിക്കുന്ന ആളുകൾ, അവരോട് പറയാനുള്ള കാര്യം എന്താ? ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ചില ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകൾ നരകത്തിലാണ്, അവര് അള്ളാഹുവിന്റെ ശാപത്തിന് ഇരകളാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഅനഹുമുല്ലാഹ് വമാ യുദ്രീഹിം അന്നഹും ഫിന്നാർ, അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ, അവര് നരകത്തിലാണ് എന്ന കാര്യം അവർക്ക് അറിയുന്നില്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ്. മറ്റൊരു റിവായത്തിൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുകയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ ശപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അലാ ഉലൈകല്ലദീന യൽഅനൂന ലഅനത്തുല്ലാഹ്, സ്വഹാബികളെ ശപിക്കുന്ന ഇത്തരം ആളുകൾ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മാത്രല്ല ഫളൽ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ആളുകൾ വില കുറച്ച് കാണുന്നുണ്ട്, ഇവര് റാഫിദികളാണ്, ഷിയാക്കളിൽപ്പെട്ട റാഫിദികളാണ് ഇവർ എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലം യജ്തരി അലൈഹിമാ ഇല്ലാ വലഹു ഖബീഅത്തു സൂഇൻ, ഈ പറഞ്ഞ സ്വഹാബികൾക്കെതിരിൽ ആരെങ്കിലും അക്രമങ്ങൾ, ആരോപണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എങ്കിൽ അവന്റെ മനസ്സിൽ മോശമായ പല ഉദ്ദേശങ്ങളുമുണ്ട്.
അവന്റെ മനസ്സിൽ ഒരുപാട് തിന്മകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവനാണ് അവൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഖൈറുൻ നാസി ഖർനി, എന്റെ സ്വഹാബത്തിന്റെ തലമുറ, എന്റെ തലമുറ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ. അപ്പൊ ആ ഖൈറായ ആളുകൾ എന്ന് പറഞ്ഞതിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടും, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടും, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടും. ഇവരെ ഈ ഖൈറുൻ നാസിൽ ഉൾപ്പെടുകയില്ല എന്ന് പറയാൻ ഒരു തെളിവും ഒരാളുടെ പക്കലുമില്ല. മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബി അല്ല എന്ന് പറയാനോ, അതല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ കുറിച്ച് മൊത്തം പറഞ്ഞ ശ്രേഷ്ഠതകൾ അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കില്ല എന്ന് പറയാനോ ഒരു തെളിവുമില്ല. സ്വഹാബത്തിന് പൊതുവെ പറഞ്ഞ ശ്രേഷ്ഠതയുടെ ഹദീസുകളെല്ലാം അതിലെല്ലാം മുആവിയ റളിയല്ലാഹു അൻഹു കൂടി ഉൾപ്പെടും എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ, സ്വഹാബികളുടെ കാര്യത്തിൽ കടന്നു കയറുക, അതുപോലെ തന്നെ സ്വഹാബികൾക്കിടയിൽ ഉണ്ടായ കാര്യങ്ങൾ അത് ചൂഴ്ന്നന്വേഷിക്കുക, അവർക്കിടയിൽ ഉണ്ടായ സംഭവങ്ങൾ അത് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ആളുകളുടെ മാർഗമാണ്. സലഫു സ്വാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്ത മാർഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ നിലപാടെന്താ? സ്വഹാബികളുടെ കാര്യത്തിൽ സ്വഹാബികളെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളിൽ നാവിനെയും ശരീരത്തിനെയും പിടിച്ചു വെക്കണം, മിണ്ടാതിരിക്കണം. അതുപോലെ തന്നെ അവരോട് നല്ല വിചാരമുണ്ടായിരിക്കണം. അവർക്ക് അവരുടേതായ ന്യായം കണ്ടെത്തണം. അവർ ഇജ്തിഹാദിന്, ഗവേഷണത്തിന് വകുപ്പുള്ള ആളുകളാണ് ദീനിൽ. അവർ ഒരിക്കലും അല്ലാഹുവിനെ ധിക്കരിക്കണമെന്നോ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയോ പരസ്പരം യുദ്ധം ചെയ്ത ആളുകളല്ല എന്ന് മനസ്സിലാക്കലാണ് സ്വഹാബികളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു ലം യദ്ദഇൽ ഖിലാഫത. ഇന്ന് പല ആളുകളും പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഇറങ്ങി പുറപ്പെട്ടത്, മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തത് ഖിലാഫത്ത് വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് എന്നാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഖിലാഫത്ത് അവകാശപ്പെട്ടിട്ടില്ല. വലം യുബായിഅ ലഹു ബിഹാ ഹീന ഖാതല അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യണമെന്നും മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടില്ല. വലം യുഖാതിൽ അലാ അന്നഹു ഖലീഫ, താനൊരു ഖലീഫയാണ് എന്നതിന്റെ പേരിലുമല്ല അദ്ദേഹം യുദ്ധം ചെയ്തത്. വഅന്നഹും മുജ്തഹിദൂൻ, അവർ ദീനിൽ ഗവേഷണം ചെയ്യുവാൻ വകുപ്പുള്ള ആളുകളാണ്. ലം യഖ്സിദു മഅസിയത്തല്ലാഹി വലാ മഹ്വദ് ദുനിയ, അവർ അല്ലാഹുവിനെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ദുനിയാവിന്റെ എന്തെങ്കിലും വിഭവങ്ങൾക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്തതുമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലാ അന്നഹു യസ്തഹിഖുൽ ഖിലാഫ, എനിക്ക് അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിച്ച, അദ്ദേഹത്തിനോട് ചോദിച്ചു വരുന്ന ആളുകളോടെല്ലാം അദ്ദേഹം അംഗീകരിച്ച കാര്യമാണ്. ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. എന്നിട്ട് അവർ രണ്ടാളും പറഞ്ഞു, മുആവിയ, എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് താങ്കൾ യുദ്ധം ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി ഇന്നഹു അഖ്ദമു മിൻക വമിൻ അബീക ഇസ്ലാമൻ, മുആവിയ നിന്നെക്കാളും നിന്റെ വാപ്പയെക്കാളും ഇസ്ലാമിലേക്ക് ആദ്യം മുന്നിട്ട് വന്ന സഹാബിയാണ്. മാത്രമല്ല വഖറബു മിൻക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നേക്കാൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുപ്പമുള്ളയാളാണ്.
അതുപോലെ തന്നെ വഅഹഖു ബിഹാദൽ അംരി മിൻക, ഖിലാഫത്ത് താങ്കളെക്കാൾ എന്തുകൊണ്ടും അലി റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും യോജിക്കുക. പിന്നെന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് താങ്കൾ യുദ്ധം ചെയ്യുന്നത് എന്ന് ഈ രണ്ട് സ്വഹാബികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉഖാതിലുഹു അലാ ദമി ഉസ്മാൻ, ഞാൻ മുആവിയയോട് യുദ്ധം ചെയ്യുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആളുകൾ അവരെ വധിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കണം എന്ന ഒരു കാര്യത്തിന് മാത്രമാണ് അലി റളിയല്ലാഹു അൻഹുമായി ഞാൻ യുദ്ധം ചെയ്യുന്നത്. വഅന്നഹു ആവാ ഖതലത ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൊലപാതകം ചെയ്ത അദ്ദേഹത്തിന്റെ കൊലയാളികളെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം സംരക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അലി റളിയല്ലാഹു അൻഹുവിന് അരികിൽ പോയി പറയണം. ഇപ്പോൾ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പോൾ തന്നെ അലിയുടെ അരികിലേക്ക് പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ വകവരുത്തുകയാണ് എങ്കിൽ അന അവ്വലു മൻ ഉബായിഉഹു മിൻ അഹ്ലി ശാം, ഷാമുകാരിൽ ഏറ്റവും ആദ്യമായി അലി റളിയല്ലാഹു അൻഹുവിന് ഞാനാണ് ബൈഅത്ത് ചെയ്യുക എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. എന്താണ് സഹോദരങ്ങൾ ഈ സംഭവം? എന്താണ് മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം? നമ്മൾ പറഞ്ഞു, അവർക്കിടയിലുണ്ടായ ചില തെറ്റിദ്ധാരണകളും അവരുടെ ഇജ്തിഹാദിന്റെ ഭാഗവുമായി കൊണ്ടാണ് അവർ തമ്മിൽ യുദ്ധമുണ്ടായത്. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഫിത്ന പുറപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി ഇസ്ലാം പ്രകടിപ്പിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കി. എന്താ ഫിത്ന? സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ആളുകളെ തിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ അവസാനം അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും സ്വഹാബികൾക്കിടയിൽ ആത്മരോഷം ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ, കൊലയാളികളെ അവരെ വകവരുത്തണം, പകരം ചോദിക്കണം എന്നൊരു ഫിത്ന ഉണ്ടായി. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുമായി അസ്വാഭാവികമായി യാദൃശികമായി കരുതിക്കൂട്ടിയല്ലാതെ ജമൽ യുദ്ധം ഉണ്ടാക്കുന്നത്, പിന്നെ സുഫീൻ യുദ്ധം ഉണ്ടാക്കുന്നത്, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൊലപാതകം ചെയ്ത കൊലയാളികളെ എത്രയും പെട്ടെന്ന് വകവരുത്തണം എന്നുള്ളതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം. കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. മാത്രമല്ല, തന്നെ ഷാമിലെ ഗവർണറായി നിശ്ചയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മുആവിയ റളിയല്ലാഹു അൻഹുവിനെന്നല്ല, ഖൽബിൽ ഒരു തരിമ്പ് ഈമാനുള്ള ഏത് ആളെയും അങ്ങേയറ്റം വേദനിപ്പിച്ചു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപാതകം ചെയ്ത ആളുകളെ വകവരുത്തണം. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ദീർഘവീക്ഷണത്തിൽ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിൽ അദ്ദേഹത്തിന് ഏറ്റവും പക്വമായി തോന്നിയത് ഇപ്പോൾ ഒരു ഫിത്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യം നിയന്ത്രണാതീതമാകും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രാജ്യങ്ങളും അതിർത്തികളും എല്ലാം ഒരു ഖലീഫയുടെ കീഴിൽ വന്ന് ശാന്തമായി കഴിഞ്ഞാൽ, അന്തരീക്ഷം ശാന്തമായി കഴിഞ്ഞാൽ ഖലീഫയുടെ കീഴിൽ ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം ചെയ്ത ആളുകളെ അവരോട് പ്രതികാരം ചെയ്യാം എന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്വമായ തീരുമാനം. അതിലേറ്റവും പക്വമായ തീരുമാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമായിരുന്നു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കാരണമുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ന്യായമുണ്ട്, അദ്ദേഹത്തിന് ഇജ്തിഹാദിന് വകുപ്പുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലവും, അദ്ദേഹത്തിന് കുറ്റല്ല. അതാണ് നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട ഒഴിവ് കഴിവ്. അവരുടെ കാര്യത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെയാണ്.
അതല്ലാതെ സ്വഹാബികൾ ആക്ഷേപിക്കുക എന്നുള്ളതല്ല. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും ശരിയായ നിലപാട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണം. അവർക്ക് ഇരുവർക്കും ന്യായമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാതെ അവർ പരസ്പരം എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യത്തിൽ യുദ്ധം ചെയ്തതല്ല, അധികാരം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തതല്ല, അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് വേണ്ടി പരസ്പരം വെറുപ്പ് വെച്ചുകൊണ്ട് പോരടിച്ചതല്ല. ഇത് സ്വഹാബികളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്ത മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലുള്ള മറ്റു സ്വഹാബികൾക്കും വാദമുണ്ടായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന് അർഹനല്ല, മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്തിന് അർഹൻ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഹാബിക്കും വാദമുണ്ടായിരുന്നില്ല. അവർ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടി മാത്രമാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളികളെ വകവരുത്തണം, പ്രതികാരം ചെയ്യണം, എന്നിട്ടാകാം ബൈഅത്ത് ചെയ്യൽ എന്നതിന്റെ പേരിലാണ് പരസ്പരം യുദ്ധമുണ്ടായതും അള്ളാഹുവിന്റെ തീരുമാനമെല്ലാം സംഭവിക്കുകയും ചെയ്തത്. അത് കണ്ടില്ല. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം ചെയ്ത കൊലയാളികൾ അവർക്കെതിരെ ഒരു തീരുമാനം എടുത്താൽ ഷാമിൽ നിന്ന് ഏറ്റവും ആദ്യം ബൈഅത്ത് ചെയ്യുന്ന ആൾ ഞാനായിരിക്കും. ആർക്ക് ബൈഅത്ത് ചെയ്യും? അലി റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അദ്ദേഹം ദിമഷ്കിലാണ്, ഷാമിന്റെ ഗവർണറായി ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വന്നപ്പോൾ അത് തുടരുകയും ചെയ്തു. അപ്പൊ ഷാമിൽ നിന്ന് ഏറ്റവും ആദ്യം ബൈഅത്ത് ചെയ്യുന്ന ആൾ ഞാനായിരിക്കുമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ സ്വഹാബികൾ ഉദ്ധരിച്ചു തന്ന ഹദീസുകളിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട വിവരമെത്തിയപ്പോൾ അദ്ദേഹം ധാരാളമായി കരഞ്ഞു എന്നാണ്. അദ്ദേഹം ഒരിക്കലും അലി റളിയല്ലാഹു അൻഹുവിനോട് ഉദ്ദേശം വെച്ചിരുന്ന ആളായിരുന്നില്ല. ഖിലാഫത്ത് ലഭിക്കണമെന്ന് അധികാരം മോഹിച്ച ആളായിരുന്നില്ല. അദ്ദേഹം കരഞ്ഞു, ധാരാളമായി കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, അത്തബ്കീഹി വഖദ് ഖാതൽതഹു, താങ്കൾ എന്തിനാ കരയുന്നത്? താങ്കളല്ലേ അലി റളിയല്ലാഹു അൻഹുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, വൈഹകി, നിനക്ക് നാശം. ഇന്നക ലാ തദ്രീന മാ ഫഖദ അന്നാസു മിനൽ ഫദ്ലി വൽ ഫിഖ്ഹി വൽ ഇൽം. ഇന്നേ ദിവസത്തോടുകൂടി ജനങ്ങൾക്ക് എത്ര അഗാധമായ പാണ്ഡിത്യവും അറിവും ശ്രേഷ്ഠതയുമുള്ള ഒരാളെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നിനക്കറിയില്ല എന്ന് സ്വന്തം ഭാര്യയോട് കരഞ്ഞുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. സ്വഹാബികളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗമെന്നാൽ അവർ മുന്നിടത്ത് നമ്മൾ നിൽക്കുക. അവർ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് നമ്മൾ സ്വീകരിക്കുക. സ്വഹാബികളെ പറ്റി നല്ലതല്ലാതെ വിചാരിക്കുവാനോ നല്ലതല്ലാതെ പറയുവാനോ പാടില്ല. ആ ചരിത്രങ്ങളിലേക്ക് അനാവശ്യമായി ചൂഴ്ന്നിറങ്ങുവാനും ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും പാടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, മാ തഖൂലു ഫീമാ കാന ബൈന അലി വ മുആവിയ റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിഷയത്തിൽ താങ്കൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, മാ അഖൂലു ഫീഹാ ഇല്ലൽ ഹുസ്ന റഹിമഹുല്ലാഹു അജ്മഈൻ. എന്താ പറഞ്ഞത്? ഇമാം സുന്ന, സുന്നത്തിന്റെ ഇമാം എന്നറിയപ്പെട്ട ഇമാം അഹ്മദ് പറയാണ്, ഞാൻ അവരെ കുറിച്ച് നല്ലതല്ലാതെ പറയില്ല. ആ രണ്ട് കൂട്ടരെ കുറിച്ച് ഞാൻ നല്ലതല്ലാതെ പറയില്ല. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ എഴുതുകളുണ്ട്, അവരുടെ ഇജ്തിഹാദിൽ അവരുടേതായ തഅ്വീലുകൾ അവർക്കുണ്ട്. അത് നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കണം. അവർക്ക് ഇജ്തിഹാദിന് വകുപ്പുള്ള സ്വഹാബികളാണ് അവർ. ഇജ്തിഹാദ് ചെയ്ത് അവർക്ക് തെറ്റ് സംഭവിച്ചാൽ അവർക്കൊരു കൂലിയുണ്ട്, അവർക്കതിൽ തെറ്റില്ല. എന്നാൽ ഇജ്തിഹാദ് ചെയ്ത് അവർക്കതിൽ ശരി സംഭവിച്ചാൽ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ നിലപാട്. അതുപോലെ തന്നെ ഒരു വ്യക്തി
അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും വിഷയമായി ഇമാം അഹ്മദിന്റെ അരികിലേക്ക് പോയപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ഇമാമിങ്ങൾ ആ വിഷയത്തിൽ സൂക്ഷ്മത കൈവരിച്ചു വരുന്നു എന്നുള്ളതാണ്. അവരാ വിഷയത്തിൽ സംസാരിച്ചില്ല, തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹം ബനൂ ഹാഷിമിൽപ്പെട്ട ആളാണ്, സംസാരിക്കണം, കാര്യപ്പെട്ട ഒരാളാണ് വന്നിരിക്കുന്നത്, സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അദ്ദേഹത്തിനോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇഖ്റ, നീ ഖുർആനിൽ ഒരു ആയത്ത് വായിച്ചു നോക്ക്. എന്താണ് ആയത്ത്? തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്. സ്വഹാബികൾ അവർ കഴിഞ്ഞുപോയ ഒരു സമൂഹമാണ്. ലഹാ മാ കസബത് വലകും മാ കസബതു, അവരെന്താണോ പ്രവർത്തിച്ചത് അത് അവർക്കുണ്ട്. വലകും മാ കസബതു, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അത് നിങ്ങൾക്കുണ്ട്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി കടന്നുപോയി. ഇനി അവരുടെ കാര്യത്തിൽ സംസാരിച്ചാൽ നമ്മൾ നിന്ദരാവുകയും നമ്മൾ പരലോകം പ്രസാദായി പോവുകയുമാണ് ചെയ്യുക. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, സഹാബികളെ കുറിച്ച് ചില ആളുകൾ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉലൈക ഖൗമുൻ ഇൻഖഫഅ അൻഹും അഅമാലുഹും, അവർ സ്വഹാബികൾ അവരുടെ അമലുകളെല്ലാം അവരിൽ നിന്ന് മുറിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അറാദല്ലാഹു ബിഹിം അല്ലാ യൻഖതിഅ സവാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലങ്ങൾ മുറിച്ചു കളയുവാൻ ഉദ്ദേശിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ അമൽ അത് മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇനി അവർക്ക് അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷേ അവർ പ്രതിഫലങ്ങൾ മുറിച്ചു കളയാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോൾ, അവരെ പറ്റി ആക്ഷേപിക്കുമ്പോൾ, അവരെ പറ്റി ലാനത്ത് ചൊല്ലുമ്പോൾ അവർക്കത് ആ പ്രതിഫലങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇവര് നന്മകളൊക്കെ നാളെ പരലോകത്തെത്തുമ്പോൾ സഹാബികളുടെ നന്മയിലേക്ക് ചേർക്കപ്പെടും. ഇവര് നന്മകൾ ചെയ്തു, ഈ പറയുന്ന ആൾക്കാർ അതിന് മാത്രം നന്മയുള്ള ആളുകളാണോ? സഹാബികളെ കുറ്റം പറയാൻ മാത്രം നന്മയുള്ള ആളുകളാണോ ഇവർ? ഇനി ആ നന്മ കഴിഞ്ഞാലോ അവരിൽ നിന്നും എല്ലാ അപാകതകൾ ഉണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇവരുടെ മുതുകിലും ചാർത്തപ്പെടും എന്നുള്ളതാണ്. അതാണ് സ്വഹാബികളുമായി ബന്ധപ്പെട്ട് അവരിലുണ്ടായ വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിതാണ്. അബൂ സുഅദ് റാദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉബഗിദു മുആവിയ, എനിക്ക് മുആവിയയോട് വെറുപ്പാണ്. ഇപ്പൊ എന്താണ് കാര്യം ചോദിച്ചപ്പോ, അന്നഹു ഖാതല അലിയൻ ബിഗൈരി ഹഖ്, അനാവശ്യമായി ഒരു ഹക്കില്ലാതെ അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്ത ആളാണ്. ആദ്യം പറഞ്ഞില്ലേ, അലി പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുന്ന ആളുകൾ ഒന്നെങ്കിൽ ജാഹിലായിരിക്കും, അതുപോലൊരു ജാഹിലാണ് വന്ന് പറഞ്ഞത്. കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഹക്കും ഇല്ലാതെയാണോ മുആവിയ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത്? മുആവിയ റളിയല്ലാഹു അൻഹുവിന് നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ ന്യായമുണ്ടായിരുന്നു, അത് ന്യായം തന്നെയായിരുന്നു. അപ്പോൾ അബൂ സുഅ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റബ്ബു മുആവിയ റബ്ബുൻ റഹീം, മുആവിയ റബ്ബ്, അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമായ അങ്ങേയറ്റം കാരുണ്യമുള്ള റബ്ബാണ്. മുആവിയക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ പുറത്തു കൊടുക്കാൻ റഹീമായ റബ്ബുണ്ട്. വഖസ്മു മുആവിയ ഖസ്മുൻ കരീം, മുആവിയയുടെ എതിരാളിയായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം മാന്യനായ ഒരു എതിരാളിയാണ്. ഫമാ ദുഖൂലക ബൈനഹുമാ, ഇതിന്റെ രണ്ടിനിടയിൽ നിനക്കെന്താണ് കാര്യം? മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചിലപ്പോൾ അലി റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് കാരുണ്യം ചെയ്യപ്പെടും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ. ഇതിന്റെ രണ്ടിനും ഇടയിൽ നിനക്കെന്താണ് കാര്യം എന്ന് ഇദ്ദേഹത്തിനോട് തിരിച്ച് അബൂ സുഅ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നം പറയപ്പെടാറുണ്ട്. അദ്ദേഹം നല്ല ഒരു സ്വപ്നം കണ്ടു, സന്തോഷമുള്ളൊരു സ്വപ്നമാണ്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായി. അദ്ദേഹം കടന്നുപോയി. പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബ് പുറത്തു തന്നു, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു,
എന്ന രൂപത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു സ്വപ്നം കണ്ടു എന്നാണ്. അപ്പൊ നോക്കൂ, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ സലഫു സ്വാലിഹീങ്ങൾ സന്തോഷം അറിയിക്കുന്ന രൂപത്തിൽ അവർ സ്വപ്നങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കുറെ കാലത്തിന് ശേഷം ചില ആളുകൾ വന്ന് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയും മോശമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുകയും സ്വഹാബികളുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ സ്വഹാബികളോടുള്ള അതിക്രമമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇബ്നു ഖുദാമ അൽ-മഖ്ദിസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ومن السنة تولي أصحاب رسول الله صلى الله عليه وسلم ومحبتهم وذكر محاسنهم والترحم عليهم والاستغفار لهم والكف عن ذكر مساوئهم وما شجر بينهم واعتقاد فضلهم ومعرفة سابقتهم. സുന്നത്തിൽപ്പെട്ട കാര്യമാണ് സ്വഹാബികളെ സ്നേഹിക്കുക എന്നുള്ളത്, അവരുടെ നല്ല കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളത്, അവരുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളതും, അവർക്കിടയിൽ സംഭവിച്ച അനിഷ്ടകരമായ കാര്യങ്ങളെ തൊട്ട് നാവിനെ പിടിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതും സുന്നത്തിൽപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ്. അവരുടെ ഫദ്ലും അവരുടെ ശ്രേഷ്ഠതയും അവരുടെ നന്മകളിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ്. അപ്പൊ നോക്കൂ, സ്വഹാബികൾക്കിടയിൽ ഉള്ള വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുക, അവരെ കുറിച്ച് നല്ലതല്ലാതെ മനസ്സിലാക്കാൻ പാടില്ല, അവരെ കുറിച്ച് നല്ലതല്ലാതെ ചിന്തിക്കാനോ പറയാനോ പാടില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കളെല്ലാം ഊന്നി പഠിപ്പിച്ച അടിസ്ഥാനം. ഇന്ന് ചില ആളുകൾ മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ വരെ മടിക്കുന്ന ഒരവസ്ഥയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്രയും ശ്രേഷ്ഠതയുള്ള സ്വഹാബി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ, വല്ലദീന ജാഊ മിൻ ബഅദി, സ്വഹാബികൾക്ക് ശേഷം വന്ന ആളുകൾ, യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സ്വഹാബികൾക്ക് ശേഷം വന്ന മുഅ്മിനീങ്ങളുടെ അടയാളമായി പറയാണ്, അവർ വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും, മുൻകഴിഞ്ഞ സ്വഹാബികൾക്ക് വേണ്ടി, അവർക്ക് മുൻപേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻപ് ഈമാനിലേക്ക് കടന്നു വരികയും ചെയ്ത ആളുകൾക്കും നീ പുറത്തു നൽകണമേ എന്നവർ പ്രാർത്ഥിക്കും. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഗില്ല്, ഒരു ശത്രുത ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുതരല്ലേ അല്ലാഹ് എന്നവർ പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. സ്വഹാബികളെ കുറിച്ച് നല്ലതല്ലാതെ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഇതേപോലെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ് സ്വഹാബികളെ കുറിച്ച് നല്ലത് വിചാരിക്കുക, അവർക്കിടയിൽ ഉണ്ടായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, അവർക്കിടയിൽ എന്തെങ്കിലും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ ന്യായങ്ങൾ ഇരുകൂട്ടർക്കും വകവെച്ചു കൊടുക്കുക. അവർ ന്യായമുള്ള ആളുകളാണ്, അവർ ഇജ്തിഹാദിന് വകുപ്പുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തതോ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതോ അല്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് അവർ ഓരോ ആളുകളും തന്റെ ഭാഗത്താണ് ശരി, തനിക്ക് എതിര് നിൽക്കുന്ന തന്റെ സഹോദരൻ അക്രമത്തിലാണ്, തെറ്റിനാണുള്ളത് എന്ന് മനസ്സിലാക്കുകയും അവനെ ഹക്കിലേക്ക് തിരിച്ചു മടക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ യുദ്ധങ്ങളുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട നിലപാട്. അവർ ഇജ്തിഹാദ് ചെയ്താൽ അവർക്ക് തെറ്റ് സംഭവിച്ചാൽ ഒരു പ്രതിഫലമുണ്ട്, ശരി സംഭവിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെയുള്ള ഒരുപാട് മുൻഗാമികളായ പണ്ഡിതന്മാർ ഇതേ കാര്യം തന്നെ ഊന്നി പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഇതാണ്
മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ ആളുകൾ അഴിച്ചുവിടുന്ന ആരോപണങ്ങൾ, അതിന്റെ യഥാർത്ഥ വസ്തുത ഇതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട് ഇതാണ്. അലി റളിയല്ലാഹു അൻഹുവിനും മുആവിയ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ ഉണ്ടായ സംഭവങ്ങൾ ഇന്നതാണ് എന്ന് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. ഇത് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ, അവരെ ഇകഴ്ത്തുന്ന, അവരെ വില കുറച്ച് കാണുന്ന ആളുകൾ, അവരെ ആക്ഷേപിക്കുന്ന ആളുകൾ, അവരെ പണ്ഡിതന്മാർ ഉപമിച്ചിട്ടുള്ളത് ഒരുവനെ പോലെയാണ്. സ്വന്തം തലകൊണ്ട് പാറക്കല്ല് തകർക്കുവാൻ ഉദ്ദേശിക്കുന്നവരോടാണ് പണ്ഡിതന്മാർ അത്തരക്കാർ ഉപമിച്ചിട്ടുള്ളത്. സ്വന്തം തലകൊണ്ട് പാറക്കല്ലിനെ തല്ലിപ്പൊളിക്കുവാൻ ഉദ്ദേശിക്കുന്നവന്റെ അവസ്ഥ എന്താ? ആ പാറക്കല്ല് പൊളിയോ? ഇല്ല. ആരുടെ തലക്കാണ് പരിക്ക് പറ്റിയത്? അവരുടെ തലക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത്, പാറക്കല്ലിനൊന്നും പറ്റില്ല. അതുപോലെയാണ് സ്വഹാബികളെ കുറ്റം പറയുന്ന, അവരെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ എന്ന് പണ്ഡിതന്മാർ ഉപമിച്ചതായി കാണുവാൻ സാധിക്കും. ഏതായാലും മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബിയാണ് എന്ന് തെളിയിക്കുന്ന, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവചരിത്രം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ഇപ്രകാരം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ പേരും കുടുംബ പരമ്പരയുമാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂ അബ്ദുറഹ്മാൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ സ്വഹ്ർ ഇബ്നു ഹർബ്. ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ അബ്ദുറഹ്മാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, അബൂ സുഫിയാന്റെ മകൻ മുആവിയ, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പര അബ്ദു മനാഫിൽ യോജിക്കുന്നുണ്ട്. അബ്ദു മനാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയോടൊപ്പം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയോടൊപ്പം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പര ചെയ്യുന്നുണ്ട്, യോജിക്കുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത് 5 വർഷം മുമ്പാണ്. അദ്ദേഹം 78ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ഹിജ്റ 60-ാം വർഷം, അദ്ദേഹത്തിന് 78 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം 19 വർഷവും അതുപോലെ തന്നെ 3 മാസവും 27 ദിവസവുമാണ് അദ്ദേഹം ഭരിച്ചത്. അദ്ദേഹത്തിന്റെ വിലായത്ത് 19 ചില്ലാനം വർഷമായിരുന്നു. 19 വർഷം, അതുപോലെ തന്നെ ചില മാസങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ വിലായത്ത് കാലഘട്ടം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാപ്പ അബൂ സുഫിയാൻ, നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ എതിരാളിയായിരുന്നു അബൂ സുഫിയാൻ. ബദർ യുദ്ധം ഉണ്ടാകുന്നത് അബൂ സുഫിയാനിന്റെ കച്ചവട സംഘം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം സ്വഹാബിയായി ഇസ്ലാം സ്വീകരിച്ചു. ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത സ്വഹാബിയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നത് മക്കം ഫത്ഹിന്റെ ദിവസമാണ്. അദ്ദേഹം നമുക്കറിയാം ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമാണിമാരിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം നല്ല നിലപാടുകൾ കൊണ്ടും ഉള്ള ഉൾക്കാഴ്ച കൊണ്ടും അറിയപ്പെട്ട ഖുറൈശികളുടെ നേതാവായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? മക്കം ഫത്ഹിന്റെ ദിവസം മുസ്ലിമായി. അദ്ദേഹം ത്വായിഫ് യുദ്ധത്തിൽ
പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ത്വായിഫ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. യർമൂക്ക് യുദ്ധത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ 2 കണ്ണും നഷ്ടപ്പെട്ടു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഹിന്ദ് ബിൻത് ഉത്ബ, അവരും ഖുറൈശികളിലെ സ്ത്രീകളിൽ നേതാക്കളിൽപ്പെട്ട സ്ത്രീയായിരുന്നു. തന്റെ ഭർത്താവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുആവിയ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? കഅബയിൽ നിന്ന് തടഞ്ഞു. ഉംറ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ കരാറുകൾ എഴുതി. ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഇസ്ലാം അത് ഉറച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോട് ആകർഷണം തോന്നുന്നുണ്ട്, ഞാൻ മുസ്ലിം ആയേക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഇയ്യാക അൻ തുഖാലിഫ അബാക, നിന്റെ വാപ്പയെ ധിക്കരിക്കുന്നത് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഇസ്ലാം അദ്ദേഹം രഹസ്യമായി കൊണ്ടു നടന്നു. അങ്ങനെ ഹുദൈബിയ സന്ധി വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിടുമ്പോൾ, ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിടുമ്പോൾ ഞാൻ മുസ്ലിമായിട്ടാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി വിടുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖദിയ്യക്ക് വേണ്ടി മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സുഹൃത്തുള്ള സ്വഹാബിയായിരുന്നു. ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള സ്വഹാബിയായിരുന്നു. അല്ല, ഇന്ന് ചില ആളുകളുടെ ആരോപണം കേട്ടാൽ ദുനിയാവിന്റെ ആഗ്രഹം കൊണ്ട് ഖിലാഫത്ത് പിടിച്ചെടുക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദുനിയാവിനോട് വിരക്തിയുള്ളയാളായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം, അലി ഇബ്നു അബി ഹംല അദ്ദേഹം പറയുകയാണ്, റഅയ്തു മുആവിയത അലൽ മിൻബരി ബിദിമഷ്ക്. ഷാമിന്റെ ഗവർണറാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഷാമിൽപ്പെട്ട സ്ഥലമാണ് ദമസ്കസ്. ദിമഷ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് ഖുത്ബ പറയുന്നതിനായി ഞാൻ കേട്ടു. വഅലൈഹി സൗബുൻ മർഫൂഅ. ആ ഖുത്ബ പറയുന്ന ആ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം തുന്നിക്കെട്ടിയ വസ്ത്രമായിരുന്നു എന്നാണ്. ഒരു ഗവർണറിന്റെ വസ്ത്രം എന്താ? തുന്നിക്കെട്ടിയ വസ്ത്രം. അത്രയും ദുനിയാവിനോട് വിരക്തിയുള്ള ആളായി. യൂനുസ് ഇബ്നു മൈസർ അദ്ദേഹം പറയുകയാണ്, ഇമാം അൽ-ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, റഅയ്തു മുആവിയത ഫീ സൂഖി ദിമഷ്ക് വഹുവ മുർദിഫുൻ വസീഫൻ വഅലൈഹി ഖമീസുൻ മർഫൂഉൽ ജീബി വയസിറു ഫീ അസ്വാഖി ദിമഷ്ക്. ദിമസ്കത്തിലെ അങ്ങാടികളിൽ ഒരു കഴുതപ്പുറത്ത്, തന്റെ ഭൃത്യന്റെ കഴുതപ്പുറത്ത് പിന്നിൽ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നോക്കണം നിങ്ങൾ, ഗവർണറാണ്, അതുപോലെ തന്നെ അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് ഖുത്ബ പറയുന്ന ആളാണ്. എന്നിട്ട് അങ്ങാടിയിൽ തന്റെ ഭൃത്യന്റെ കഴുതപ്പുറത്ത് പിന്നിൽ ഇരുന്നുകൊണ്ടാണ് പോകുന്നത്. മാത്രല്ല അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ പോക്കറ്റ്, അതിന്റെ ചില വശങ്ങൾ അത് തുന്നിക്കെട്ടിയതായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടത് എന്നാണ്.
അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു അദ്ദേഹം അങ്ങേയറ്റം ദാഹിദായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് അദ്ദേഹം ഹലീമായിരുന്നു, ഹിൽമുള്ളയാളായിരുന്നു, അങ്ങേയറ്റം വിട്ടുവീഴ്ച മനോഭാവമുള്ള സഹനമുള്ള വ്യക്തിയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അറബികൾ സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും കാര്യത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ് ഉപമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ഈ ചരിത്രത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം വിട്ടുവീഴ്ച മനോഭാവമുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രജകളിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരാൾ വളരെ മോശമായി ശക്തമായി മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ സംസാരിച്ചു. അപ്പൊ കൂടെ ഉള്ള ആൾ ചോദിച്ചു, മുആവിയ താങ്കൾക്ക് ചാട്ടവാറ് വെച്ച് നല്ലൊരു അടി കൊടുത്തൂടെ ഇയാൾക്ക്? അത്ര മോശമായിട്ടല്ലേ ഇയാൾ സംസാരിക്കുന്നത്? താങ്കൾ ഇവിടുത്തെ അമീറല്ലേ? അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഇന്നി ലഅസ്തഹീ മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ലജ്ജിക്കും, അള്ളാഹുവിൽ നിന്ന് ഞാൻ ലജ്ജിക്കും. കാരണം അള്ളാഹു അവന്റെ അടിമകൾ അവനെ ധിക്കരിക്കുമ്പോൾ ഉടനടി അള്ളാഹു ശിക്ഷ കൊടുക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്ന് ഞാൻ ലജ്ജിക്കുന്നു. കാരണം എന്റെ ഭരണീയരിൽപ്പെട്ട, എന്റെ പ്രജകളിൽപ്പെട്ട ഒരുവൻ ചെയ്ത ചെറിയൊരു തെറ്റിന്റെ പേരിൽ എന്റെ സഹനം, എന്റെ ക്ഷമാശീലം അത് ഇടുക്കിക്കളയാൻ ഞാൻ അള്ളാഹുവിനോട് ലജ്ജിക്കുന്നു, അതോർത്ത് എനിക്ക് നാണമാകുന്നു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കിൽ കാണാം, മാ വളഅൽ ഹിൽമു അൻ ശരീഫിൻ ശറഫഹു, ഒരു മാന്യനായ വ്യക്തിയുടെ മാന്യത അതൊരിക്കലും അവന്റെ മേൽ ഉള്ള ആ നല്ല സ്വഭാവമായ, നല്ല ഗുണവിശേഷണമായ സഹനം, വിട്ടുവീഴ്ച മനോഭാവം, അത് കാരണം ഒരു മാന്യന്റെയും മാന്യത അത് താഴ്ന്നു പോവുകയില്ല. വലാ സാദഹു ഇല്ലാ കർമൻ, അവന്റെ ആ വിട്ടുവീഴ്ച മനോഭാവം അവനെ ഇസ്സത്തല്ലാതെ, അഭിമാനമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ദുൽമു ചെയ്തു എന്ന് പറയാനാകുക? അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ഹിജ്റ 41-ാം വർഷം മുസ്ലിമീങ്ങളിലെ പൊതുജനങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ധാരാളം ആളുകൾ, എല്ലാ ആളുകളും മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്തു. ഒരുപാട് ഫിത്നകൾക്ക് ശേഷം ഒരു സമാധാനത്തിന്റെ തുടക്കമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിനുള്ള സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയായ ഹസൻ അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എന്റെ ഈ മകൻ അവൻ സയ്യിദാണ്. രണ്ട് കൂട്ടർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇവൻ പരിഹാരം കണ്ടെത്തും എന്ന രൂപത്തിലുള്ള വാക്കിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായി കാണാൻ സാധിക്കും. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങുകയും മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ മുസ്ലിമീങ്ങളിലെ ധാരാളം എല്ലാ ആളുകളും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അങ്ങനെ ആ വർഷം ആമുൽ ജമാഅ എന്നറിയപ്പെട്ടു. ഇത്രയും ഫിത്നകളൊക്കെ കാലഘട്ടം പോയി ആമുൽ ജമാഅ, ഐക്യത്തിന്റെ വർഷം എന്ന് ആ വർഷത്തിൽ പേര് വന്നു എന്നുള്ളതാണ്. കാരണം മുസ്ലിമീങ്ങൾ എല്ലാവരും ഐക്യത്തിലായി. പിന്നെ അതിനുശേഷം പ്രശ്നങ്ങളില്ല, കലാപങ്ങളും ഫിത്നകളും ഇല്ല എന്ന് ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഹിജ്റ 41-ാം വർഷം മുതൽ ഹിജ്റ 60-ാം വർഷം വരെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് തുടർന്നു. അദ്ദേഹം 20 വർഷം അമീറായി, ഗവർണറായി ഭരിക്കുകയും 20 വർഷം ഖലീഫയായി ഭരിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അമീറാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അമീറാണ്. അതിനുശേഷം പിന്നെ ഖിലാഫത്ത് ഏറ്റെടുക്കുകയും ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കുകയും ശേഷം 20 വർഷം ഖലീഫയായി ഭരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചില ശ്രേഷ്ഠതകളാണ് നമ്മൾ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകൾ രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപം എന്നാൽ പൊതുവായ തെളിവുകളാണ്. സഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പൊതുവായ തെളിവുകൾ. അതിൽ പല തെളിവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഉത്തമ തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവർക്ക് സ്വർഗമുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പൊതുവായ തെളിവുകൾ അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൂടി ബാധകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പുറത്തു കിടക്കുകയില്ല. അതാണ് ഒരു വിഭാഗം തെളിവുകൾ. രണ്ടാമത്തെ ഒരു തെളിവുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ വന്ന തെളിവുകളാണ്. അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബി ഉമൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കേട്ടു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദിനി. അല്ലാഹുവേ, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ നീ ഹിദായത്ത് അതിലേക്ക് ക്ഷണിക്കുന്ന, അതുപോലെ തന്നെ ഹിദായത്തിനായി ഉറച്ചു നിൽക്കുന്ന, താൻ കാരണം ഹിദായത്തിലാക്കുക ആളുകളെ ക്ഷണിക്കുന്ന ആളുകളിൽ നീ ഉൾപ്പെടുത്തണമേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുന്തു അൽഅബു മഅ അസ്ബിയാൻ. ഞാൻ കുറച്ച് കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വന്നു. അപ്പൊ ഞാനൊരു വാതിലിന്റെ അരികിൽ പോയി ഒളിച്ചു നോക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിലിന്റെ ഇടയിൽ നിന്ന് എന്നെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് വദ്ഉനി മുആവിയ. ഇവിടെ അങ്ങോട്ട് പോയിട്ട് മുആവിയനെ വിളിച്ചുകൊണ്ടാക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ മുആവിയ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞു, ഹുവ യഅകുൽ, അവൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞു. വീണ്ടും പോയി നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അശ്ബഅല്ലാഹു ബത്നഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വയർ അത് നിറക്കാനിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഹദീസ് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ഹദീസ് കേട്ടോളൂ. മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിനോടൊപ്പം ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാണ്. ആ ഹദീസിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അല്ലാഹുമ്മ ഫഅയ്യുമാ മുഅ്മിനിൻ സബബ്തുഹു ഫജ്അൽ ദാലിക ലഹു ഖുർബതൻ ഇലൈക യൗമൽ ഖിയാമ. അല്ലാഹുവേ, ഞാൻ ഏതെങ്കിലും ഒരു മുഅ്മിനിനെ ആക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലാഹുവേ, അത് നാളെ പരലോകത്ത് നിന്നിലേക്കുള്ള ഒരു നന്മയായി സ്വീകരിക്കണമേ എന്ന ഹദീസ്. ഇത് രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുവന്നത്. അപ്പൊ രണ്ടാമത്തെ ഹദീസ് ആദ്യത്തെ ഹദീസിലൂടെ മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ശ്രേഷ്ഠതയായി കൊണ്ടാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതുപോലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എതിരായി പ്രാർത്ഥിച്ചതല്ല. ലാ അശ്ബഅല്ലാഹു ബത്നഹു, അവന്റെ വയർ അല്ലാഹു മതിയാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എതിരെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് അത് അറബികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇനി അഥവാ എന്തെങ്കിലും അതിൽ ആക്ഷേപമുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അത് അല്ലാഹുവിലേക്കുള്ളൊരു നന്മയായി ഈ ആക്ഷേപിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി രേഖപ്പെടുത്തണം, ആക്കി തീർക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണ്. ഒരിക്കലും ഷിയാക്കളെ പോലെയുള്ള ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിളിച്ചു, അവിടെ ഭക്ഷണം കഴിച്ചിരിക്കരുത്, വിളി കേട്ടില്ല എന്നാണ് പല ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടില്ല.
റസൂൽ വിളിക്കുന്നുണ്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ടില്ല. പോയി നോക്കി ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ കുട്ടിയായത് കാരണം നേരെ വന്ന് അതുപോലെ പറഞ്ഞു കൊടുത്തതാണ്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം മുതിർന്നതിന് ശേഷമാണ്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നില്ല, ഞാൻ മുആവിന്റെ അടുക്കൽ പോയി എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല. ആ ചെറുപ്പ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം അദ്ദേഹം അതുപോലെ ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹദീസ് ഒരിക്കലും മുആവിയ റളിയല്ലാഹു അൻഹുവിന് എതിരായുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു നിലക്കുള്ള ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അതുകൊണ്ടാണ് ഈ രണ്ട് ഹദീസും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, അവ്വലു ജയ്ശിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹ്റ ഖദ് ഔജബു. എന്റെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം കടലിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ അവർക്ക് നിർബന്ധമായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യം കടലിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ അവർക്ക് നിർബന്ധമായിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് നിർബന്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഫഅലു ഫിഅലൻ വജബത് ബിഹിമുൽ ജന്ന. അവരുടെ ആ പ്രവർത്തനം കാരണത്താൽ സ്വർഗം നിർബന്ധമാകുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം കടലിൽ യുദ്ധം ചെയ്ത ആളുകൾ ആരാ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആദ്യം കടലിൽ യുദ്ധം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്കുള്ള ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി കപ്പൽ അത് ശരിപ്പെടുത്തുന്ന വർക്ക്ഷോപ്പുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായത് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനമാണ്, അദ്ദേഹം ഖാലുൽ മുഅ്മിനീൻ എന്നറിയപ്പെട്ട സ്വഹാബിയാണ്. എന്താണ് ഖാലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ? ഖാല് എന്ന് പറഞ്ഞാൽ അഖുൽ ഉമ്മ എന്നാണ്. ഉമ്മാന്റെ സഹോദരൻ, അമ്മാവൻ, അമ്മോൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ മുഅ്മിനീങ്ങളുടെ അമ്മാവനാണ് എന്നറിയപ്പെട്ട സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റംല ബിൻത് അബി സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്. വസ്വാജുഹു ഉമ്മഹാത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മളുടെ ഉമ്മമാരാണ് എങ്കിൽ ആ ഭാര്യമാരുടെ ആങ്ങളമാരായ സ്വഹാബികൾ നമ്മുടെ അമ്മാവന്മാരാണ്. അവർക്ക് അമ്മാവന്മാരുടെ സ്ഥാനമാണുള്ളത്. അവർക്ക് ആ ബഹുമാനം നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥാനം, അദ്ദേഹം അന്നഹു അഹദു കുത്താബിൽ വഹി, അദ്ദേഹം വഹി രേഖപ്പെടുത്തുന്ന ആളായിരുന്നു. നോക്കൂ, വഹി രേഖപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ നോക്കൂ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് സംശയത്തിന്റെ മുൻനിരയിൽ നിർത്തുന്നത്. കാരണം അവര് പറഞ്ഞു വരുന്നത് അപ്പൊ എന്താകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മോശപ്പെട്ട ആളെയാണ് വഹി എഴുതാൻ ഏൽപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എഴുതാൻ ഏൽപ്പിച്ച സഹാബി മുആവിയ റളിയല്ലാഹു അൻഹു അത്രമേൽ ശ്രേഷ്ഠനും വിശ്വസ്തനുമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു കുത്താബുൽ വഹിയിൽപ്പെട്ടയാളായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, വമുആവിയതു തജഅലുഹു കാതിബൻ ബൈന യദൈക, മുആവിയയെ താങ്കളുടെ അരികിൽ എഴുത്തുകാരനായി നിശ്ചയിക്കാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, മുആവിയയെ ഞാൻ എന്റെ
അതിന്റെ എഴുത്തുകാരനായി നിശ്ചയിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന മുആവിയത്തു യക്തുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വഹീകൾ മുആവിയ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മുആവിയത്തു കാതിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിബായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതുപോലെ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഷാമിന്റെ ഗവർണറായി നിശ്ചയിച്ചു കൊടുത്തു. ഷാം അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യക്തികളുടെ കാര്യത്തിൽ നല്ല കഠിനമായ നിലപാടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് അവിടുത്തെ ഗവർണറായി നിശ്ചയിച്ചു കൊടുക്കുക. ഇനി ഷാമിന്റെ അവസ്ഥ എന്താ? ഷാം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അപ്പോഴെന്ത് ചെയ്യണം? ഏറ്റവും നല്ലയാളെ തന്നെ നിശ്ചയിക്കണം. അതിനൊക്കെ കൂടി ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്ത ആരെയാണ്? മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അവിടെ തന്നെ നിലനിർത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് നിലനിർത്തി എന്നുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മതിയായ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അതിന് അനുയോജ്യനായ ഏറ്റവും പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല ഒരു ഭരണാധികാരി തന്നെയായതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും നല്ല രാജാവാണ്, രാജാക്കന്മാരിൽപ്പെട്ട ഏറ്റവും നല്ല രാജാവായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വലം യതവല്ല അഹദു മിനൽ മുലൂകി ഖൈറൻ മിൻ മുആവിയ. മുആവിയേക്കാൾ മറ്റൊരു നല്ല രാജാവ് പിന്നീട് ഉണ്ടായിട്ടില്ല. വഹുവ ഖൈറു മുലൂകിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ രാജാക്കന്മാരിൽ ഏറ്റവും ഖൈറായ രാജാവാണ് മുആവിയ. വസീറത്തുഹു ഖൈറു മിൻ സീറത്തി സായിറിൽ മുലൂകി ബഅദഹു. അദ്ദേഹത്തിന് ശേഷം വന്ന മറ്റെത്ര രാജാക്കന്മാരുണ്ടോ അവരുടെ എല്ലാം ചരിത്രത്തെക്കാൾ ഖൈറായ ചരിത്രമാണ് മുആവിയയുടേത്. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രജകളോട്, അണികളോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രജകൾ, അണികൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ വിട്ടുവീഴ്ച സ്വഭാവം, അതുപോലെ തന്നെ ആ സഹനശീലം, അതൊക്കെ പ്രജകളെ വല്ലാതെ തൃപ്തിപ്പെടുത്തിയിരുന്ന കാര്യമാണ്. അപ്പൊ അവിടെ വേറൊരു ശ്രേഷ്ഠത ഉണ്ട്. എന്താ ശ്രേഷ്ഠത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറു അഇമ്മതികുമുല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും. നിങ്ങളുടെ നേതാക്കന്മാരിൽ ഏറ്റവും ഖൈറായ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രജകൾ ഇഷ്ടപ്പെടുകയും പ്രജകളെ ഇഷ്ടപ്പെടുകയും ചെയ്ത നേതാക്കന്മാരാണ്. വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം. പ്രജകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രജകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരാണ് നേതാക്കന്മാരിൽ ഏറ്റവും നല്ല നേതാക്കന്മാർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത തന്നെയാണ്. പ്രജകൾ അങ്ങേയറ്റം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നു അബിൽ ഇസ്ൽ അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഅവ്വലു മുലൂകിൽ മുസ്ലിമീന മുആവിയ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറു മുലൂകിൽ മുസ്ലിമീൻ. ഏറ്റവും ആദ്യത്തെ രാജാവ് അത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് മുസ്ലിമീങ്ങളുടെ ഏറ്റവും നല്ല രാജാവ് എന്നുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കും.
എന്നുള്ളതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിനുള്ള സൂചനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, ഇന്നക ഇദ തബഅത ലീബത ഫിന്നാസി അഫ്സദതഹു. ജനങ്ങൾക്കിടയിൽ നീ ഭരിക്കുമ്പോൾ അവർക്കിടയിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ നീ പിൻപറ്റിക്കഴിഞ്ഞാൽ നീ അവരെ ഫസാദാക്കും, നീ അവരെ വെടക്കാക്കും. അതായത് ഒരു ഭരണാധികാരി തന്റെ ഭരണീയരെ സംശയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ ഭരണീയർക്കിടയിലും ഭരണാധികാരികൾക്കിടയിലും പ്രശ്നങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ ജനങ്ങളുടെ സംശയത്തിന്റെ പിന്നാലെ പോകരുത് എന്നുള്ള ഒരു നസീഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്തിനുള്ള സൂചന ഉണ്ട്? അദ്ദേഹം മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരും എന്നതിനുള്ള സൂചന ഉണ്ട്. മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഭരണം ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഉപദേശം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറൊരു ഉപദേശവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അത് ഞാൻ പ്രാവർത്തികമാക്കി. ഞാൻ ജനങ്ങൾക്കിടയിലുള്ള സംശയാസ്പദമായ കാര്യങ്ങളും പിന്നാലെ പോയില്ല, അവരെ ഗീബത്ത് തേടി ഞാൻ പോയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉപകാരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭരണം അദ്ദേഹം കാഴ്ചവെക്കുകയും പ്രജകളെ തൃപ്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല മലിക്കായി രാജാവായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഇന്നഹു ഫഖീഹ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീന, ഖുർആനിന്റെ വ്യാഖ്യാനം അറിയുന്ന ആളുകളിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് ഇന്നഹു ഫഖീഹുൻ, അദ്ദേഹം ഫഖീഹാണ്, അഗാധമായ പാണ്ഡിത്യമുള്ളയാളാണ്. മാത്രമല്ല അബൂ ദർദാ റളിയല്ലാഹു അൻഹു മുതിർന്ന സ്വഹാബികളാണ്. അവരും പറയാണ്, മാ റഅയ്തു അഹദൻ അശ്ബഹ സ്വലാതൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അമീനികും ഹാദാ. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിനോട് ഏറ്റവും സാദൃശ്യമുള്ള നിസ്കാരമുള്ള വേറൊരാളെയും ഞാൻ കണ്ടെത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിനോട് അത്രയും സാദൃശ്യമുള്ള നിസ്കാരമായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം. ഇമാം മുഹമ്മദ് ബിൻ ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം എങ്ങനെയായിരുന്നു അതുപോലെ ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു. വർഷങ്ങളോളം ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന ആ രീതിയിൽ പൂർണ്ണമായ നീതിയോടുകൂടി അതിൽ നിന്ന് ഒരു ഭംഗവും വരുത്താത്ത രീതിയിൽ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ചില ആളുകൾക്കിടയിൽ അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഭരണം ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്, താബിഈയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണമാണ് എന്ന ചിന്താഗതിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന പരിഷ്കാരങ്ങളും മറ്റു നല്ല കാര്യങ്ങളും ആരും സ്മരിക്കാതെ അത് ഈ ചരിത്രം തെറ്റായ ആളുകൾക്കിടയിൽ വ്യാഖ്യാനിച്ചത് കൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന മസാലിഹുകൾ ആളുകൾ വിസ്മരിക്കുകയും അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഭരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റേതാണ് എന്ന ആളുകൾ പറയുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ്? ഒരിക്കൽ അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ നീതിയൊക്കെ അങ്ങനെ പറയുകയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫകൈഫ ലം അദ്റക് ലൗ അദ്റക്തു മുആവിയ, നിങ്ങൾ മുആവിയയുടെ ഭരണത്തിനെ കുറിച്ച് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തിരിച്ചു ചോദിക്കാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിൽ അത്രത്തോളം നല്ല കാര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഹിൽമിലാണോ, അദ്ദേഹത്തിന്റെ സഹനശീലത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തിലാണോ, അതിനാണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനേക്കാൾ മികച്ചതായി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലുള്ളത്? അദ്ദേഹം പറയാണ്, ലാ വല്ലാഹി ബൽ ഫീ അദ്ലി, അദ്ദേഹത്തിന്റെ ഹിൽമ് എന്ന സ്വഭാവത്തിൽ മാത്രമല്ല മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ
നീതികളുടെ വിഷയത്തിലെല്ലാം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ മികച്ചവരായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ അഫ്ളലായ ആളാണോ? യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ താബിഈയാണ്. സ്വഹാബികളുടെ ദറജ ഒരിക്കലും താബിഈങ്ങൾക്ക് ലഭിക്കൂല. താബിഈങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയേക്കാൾ ദറജ ആർക്കുണ്ട്? സ്വഹാബികളിൽ ഏറ്റവും താഴ്ന്ന ദറജയുള്ള ആൾക്കുണ്ട്. മനസ്സിലായോ? താബിഈങ്ങളിൽ ഏറ്റവും അഫ്ളലായ ആള് അദ്ദേഹത്തിനുള്ള ദറജ സ്വഹാബികളിലെ ഏറ്റവും ദറജ താഴെയുള്ള ആൾക്ക് വരെ ഉണ്ട്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ചില്ലറക്കാരനാണോ? അല്ല, മഹാനായ സ്വഹാബിയാണ്. അപ്പൊ ആ ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചപ്പോ പറയാണ്, ലതുറാബുൻ ഫീ മിൻഖരി മുആവിയ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ ഔ അഫ്ളലു മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് പറ്റിപ്പിടിച്ച പൊടികൾ അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഖൈറായതാണ്. എന്താ പറഞ്ഞത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഖൈറായതാണ് മുആവിയ എന്നല്ല പറഞ്ഞത്. മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ പറ്റിയ പൊടി അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനേക്കാൾ ഖൈറായതാണ് എന്ന് അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ മഹാനായ താബിഈയാണ്. അദ്ദേഹത്തിന്റെ ഇൽമുണ്ട്, അദ്ദേഹത്തിൻ്റെതായ സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടും അദ്ദേഹത്തെക്കാൾ അഫ്ളലായ ആളായിരുന്നു. ഒരിക്കലും താരതമ്യം ചെയ്യപ്പെടാൻ അവിടെ അർഹത തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സ്വഹാബിയാണ്, ഇദ്ദേഹം താബിഈയാണ്. മറ്റൊരു സന്ദർഭത്തിൽ സലഫുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതായി കാണാം, യൗമു മിൻ മുആവിയ അഫ്ളലു മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മൊത്തം ആയുസ് എടുത്തിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസിൽ നിന്ന് ഒരൊറ്റ ദിവസം എടുക്കുകയാണെങ്കിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരായുസിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസിലെ ഒരു ദിവസം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ചില സ്വഹാബികൾ ചില സലഫുകളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ ദേഷ്യത്തോടെ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഒരാളെയാണോ താബിഈങ്ങളോട് നിങ്ങൾ സാദൃശ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അസറുകൾ അദ്ദേഹത്തിന്റെ ഭരണത്തിലും അദ്ദേഹത്തിന്റെ മറ്റു സ്വഭാവങ്ങളിലും ഒക്കെ വളരെ ശ്രേഷ്ഠനായിരുന്നു എന്നറിയുന്ന ഒരുപാട് ഹദീസുകളിൽ, ഒരുപാട് അസറുകളിൽ പിന്നെയും നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മരണം ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം നമുക്ക് വിവരിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ അവസാന സന്ദർഭത്തിൽ മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കവിൾ അദ്ദേഹം ഭൂമിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം അതങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കരയാണ്. മരണ സന്ദർഭത്തിൽ നിലത്ത് കിടന്ന് അദ്ദേഹത്തിന്റെ ഒരു കവിൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ധാരാളമായി കരയണം. എന്നിട്ട് പറയണം, അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക, അല്ലാഹുവേ നീ നിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് വെക്കുന്ന ഒരാൾക്ക് പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള തിന്മകൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹുവെ നീ നിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നീ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ച ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. എന്നിട്ട് അദ്ദേഹം ഒരു ബൈത്ത് പാടി എന്നാണ്, ഹുവൽ മൗതു ലാ മൻജാ മിനൽ മൗതി വല്ലദീ തുഹാദിറു ബഅദൽ മൗതി അദ്ഹാ വഅഫ്ളഹു. മരണമെന്നാൽ ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷയില്ലാത്ത ഒരു കാര്യമാണ്.
എന്നാൽ മരണത്തിന് ശേഷം നാം അഭിമുഖീകരിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതാണ് മരണത്തെക്കാൾ ഭയാനകവും ഭീതിയും നിറഞ്ഞത് എന്ന് അദ്ദേഹം ഇങ്ങനെ കവിത പാടിയെന്ന. ഇതൊക്കെ അദ്ദേഹം ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടേയിരുന്നു. അള്ളാഹുവെ, വന്നുപോയ പാപങ്ങൾ പുറത്തു തരണമേ, അള്ളാഹുവെ വന്നുപോയ അബദ്ധങ്ങൾ അത് പരിഹരിക്കണമേ എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവസാനമായി കേൾക്കപ്പെട്ട വാചകങ്ങൾ ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങളാണ്. മരണത്തിനോട് അടുക്കുന്തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടിയെന്നാണ്. എന്നിട്ട് അദ്ദേഹം ബോധരഹിതനായി വീണു. അദ്ദേഹത്തിന്റെ ബോധം പോയി. പിന്നീട് അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടായി പറഞ്ഞു, ഇത്തഖുല്ലാഹ്, കുടുംബക്കാരെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. ഫഇന്നല്ലാഹ തആല യഖീമൻ ഇത്തഖാഹു, കാരണം അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകളെ അല്ലാഹു സംരക്ഷിക്കും. വലാ യഖീമൻ ലാ യത്തഖി, അല്ലാഹുവിനെ സൂക്ഷിക്കാത്ത ആളുകളെ അല്ലാഹു ഒരിക്കലും സംരക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയില്ല. ഹിജ്റ 60-ാം വർഷം റജബ് മാസത്തിൽ ദിമഷ്കിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നമ്മളെ അമ്പിയാക്കളോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സ്വഹാബിമാരെ സ്നേഹിക്കുക, അവരെ പ്രതിരോധിക്കുക, ആക്ഷേപങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്ന് അവരെ പ്രതിരോധിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കുറിച്ച് ഓർക്കുക, അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അതിന് നമ്മൾ ഇസ്സത്തായി കണക്കാക്കണം. അവരുടെ ജീവിതം നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ്. അവരുടെ ജീവിതം ഖൈറാത്തുകളിലേക്ക് മുന്നിട്ട് വരാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് ശക്തി പകരുന്ന ചരിത്രങ്ങളാണ് അവരുടെ ജീവിതങ്ങൾ. സഹാബികൾ ചരിത്രം മനസ്സിലാക്കുന്ന, അവരുടെ ജീവിത പാഠങ്ങൾ അത് കേൾക്കുന്ന ഒരാളിലും എന്തെങ്കിലും ഒരു മാറ്റം അവശേഷിക്കാതിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ സ്നേഹിക്കുവാനും അവരുടെ ചരിത്രങ്ങൾ കേൾക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. وصلى الله وسلم وبارك على عبده ورسوله وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.